ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ആരാത്മകമായ ചിന്ത പങ്കുവയ്ക്കുന്നത് കർത്താവിന്റെ ദാസൻ അശോക് കുമാർ തിടന്നാട്. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവനാമത്തിന് മഹത്വം. മോർണിംഗ് വോയിസ് ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതുല്യനാമത്തിൽ സ്നേഹ അഭിവാദനങ്ങൾ അറിയിക്കുന്നു. ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാളായ ഇന്ന് നാം നമ്മുടെ കർത്താവിനെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ധന്യനിമിഷങ്ങൾ ആണ്. ഈ സമയത്ത് നമുക്ക് ലഭിച്ച പ്രത്യേകമായ അനുഗ്രഹത്തിൻ്റെ അനുഭവങ്ങളെ ധ്യാനിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 21-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണ അടക്ക പുനരുത്ഥാനം വിശ്വസിച്ച് പാപമോചനം നേടിയ ഒരു ദൈവ പൈതലിൻ്റെ ഭാവി അനുഭവത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യമാണ് നാം വായിച്ചത്. ഭൂമിയിൽ ജീവിക്കുന്ന ഒരു വിശ്വാസി കർത്താവിൻ്റെ മടങ്ങിവരവും തനിക്ക് ലഭിക്കുവാൻ പോകുന്ന പുതിയ ശരീരം, പുതിയ അനുഭവങ്ങൾ, അതിൻ്റെ സന്തോഷത്തിലും ദൈവം ചെയ്ത കൃപയെക്കുറിച്ചുള്ള വലിയ താൽപ്പര്യത്തിലും ദൈവം മുമ്പാകെ നന്ദി പറയും. ഭാവിയിൽ നമുക്ക് ലഭിക്കുവാൻ പോകുന്ന ശരീരത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ കർത്താവ് രൂപാന്തരപ്പെടുത്തും. 1 കൊരിന്ത്യർ 15 വായിക്കുന്നത് പോലെ 50 മുതൽ 53 വരെയുള്ള വാക്യങ്ങളിൽ കണ്ണിമയ്ക്കുന്നതിനിടയിലാണ് ആ കാര്യം സംഭവിക്കുന്നത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 3:2 ആ രൂപാന്തരപ്പെടുത്തുന്ന സമയത്ത് കർത്താവിനോട് നാം സദൃശന്മാരാകും എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രത്യാശയുടെ വ്യക്തമായ ബോധ്യത്തോടും കാഴ്ചപ്പാടോടും കൂടെ കർത്താവിനെ നാം സ്തുതിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ അതിനുവേണ്ടി നമുക്ക് ഈ അനുഭവം നൽകേണ്ടതിനു വേണ്ടി സ്വർഗത്തിലെ കർത്താവ്, സ്വർഗത്തിലെ പിതാവ് എന്ത് ചെയ്തു എന്നുള്ളത് ഈ രാവിലെ നാം ഓർക്കുകയും കർത്താവിൻ്റെ പാദപീഠത്തിൽ നന്ദി അർപ്പിക്കുകയും ചെയ്യുവാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. പ്രിയമുള്ളവരെ, പാപത്തിൽ ജനിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും സ്വതവേ ഈ അനുഭവത്തിലേക്ക് എത്തുവാൻ കഴിയുകയില്ല. ഇത് കർത്താവ് നൽകുന്നതാണ്. അതിൻ്റെ ആദ്യ അനുഭവം എന്ന് പറയുന്നത് റോമാലേഖനം 8-ാം അധ്യായം 3-ാം വാക്യത്തിൽ പിതാവായ ദൈവം ചെയ്ത കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കർത്താവിനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. പാപിയായ മനുഷ്യന് ലഭിക്കേണ്ട ശിക്ഷയുടെ കാഠിന്യം, അതിൻ്റെ ആഴം, അവസാനമില്ലാത്ത നരകം ഇത്യാദി വിഷയങ്ങൾ തിരുവെഴുത്തിലൂടെ നാം വായിക്കുമ്പോൾ പാപത്തിൻ്റെ ശിക്ഷയുടെ കഠിനമായ അവസ്ഥ തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നു. അപ്പോൾ പാപി പോകേണ്ട നിത്യനരകത്തിൽ നിന്ന് വിടുവിച്ച് സ്വർഗത്തിൻ്റെ അനുഭവത്തിലേക്ക്
ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്ന സ്ഥിതിയിലേക്ക് നമ്മളെ എത്തിക്കണമെങ്കിൽ ആദ്യമായി നമ്മുടെ പാപത്തിന് പരിഹാരം വന്നിരിക്കണം. അതിന് ദൈവം ചെയ്ത കാര്യമാണ് റോമാലേഖനം 8:3 നാം വായിച്ചത്. സ്വന്തം പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും നമ്മുടെ പാപം നിമിത്തവും അയച്ചു. എന്നിട്ട് ദൈവം ചെയ്തത് പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ആരുടെ ജഡത്തിൽ? ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ. ആ ശരീരം പാപം കൂടാതെ ജനിച്ച, പാപമില്ലാതെ ജീവിച്ച പരിശുദ്ധനായ കർത്താവിൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ ചുമത്തപ്പെട്ടു. പത്രോസ്ലീഹ പറയുന്നത് പോലെ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കർത്താവ് ക്രൂശിന്മേൽ കയറി. അങ്ങനെ നമ്മുടെ പാപങ്ങളെ ചുമന്നപ്പോൾ ആ ജഡത്തിൽ, ആ ശരീരത്തിൽ സ്വർഗത്തിലെ പിതാവ് ശിക്ഷ വിധിച്ചു. നമ്മുടെ ശിക്ഷ, പാപത്തിൻ്റെ ശിക്ഷ പുത്രൻ്റെ മേൽ ചുമത്തി വിധിച്ചു, ശിക്ഷിച്ചു. അങ്ങനെ ശിക്ഷിച്ചപ്പോൾ സംഭവിച്ചത് പ്രവചന വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. യെശയ്യാ പ്രവചനം 52:14 അവൻ്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവൻ്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപമായിരിക്കൊണ്ട്. അപ്പോൾ ആ ശിക്ഷ വിധിക്കപ്പെട്ടപ്പോൾ ആ ശരീരം വിരൂപമായി, കണ്ടാൽ ആളല്ല എന്നും ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്ന് തോന്നുമാറ് വിരൂപമായി. ശരീരം ചാട്ടകൊണ്ട് അടിയേറ്റ് കഠിനമായ വ്യഥയിലൂടെയും വേദനയിലൂടെയും തകർച്ചയിലൂടെയും കർത്താവ് കടന്നുപോയപ്പോൾ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലുള്ള വിരൂപമായ സ്ഥിതിയിൽ കർത്താവ് കടന്നുപോയി. എന്തിനാണെന്നറിയാമോ? എന്നെയും നിങ്ങളെയും പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് വിടുവിച്ച്, പാപമോചനം തന്ന്, നരകശിക്ഷയിൽ നിന്ന് വിടുതൽ തന്ന് ഈ ലോക ജീവിതം കഴിയുമ്പോൾ നമുക്ക് ഒരു പുതിയ ശരീരം, ഇപ്പോൾ കർത്താവിൻ്റെ ശരീരം തേജസ്കരിക്കപ്പെട്ട മഹത്വമുള്ള ശരീരമാണ്. ആ ശരീരത്തോട് സദൃശന്മാരാക്കി നമ്മെ തീർക്കേണ്ടതിന് വേണ്ടി നമ്മുടെ പാപങ്ങളുടെ പരിഹാരം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ നമുക്കോർക്കാം, നന്ദി അർപ്പിക്കാം. തുടർന്ന് കർത്താവ് നമ്മെ രക്ഷയിലേക്ക് വിളിച്ചു. അതാത് കാലഘട്ടങ്ങളിൽ നാം രക്ഷിതാവിനെ കണ്ടെത്തി. അന്നു മുതൽ ഈ പുതിയ ശരീരം നമുക്ക് തരേണ്ടതിന് വേണ്ടിയുള്ള പ്രവൃത്തികൾ കർത്താവ് ആരംഭിച്ചു കഴിഞ്ഞു. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു നാളിൽ കർത്താവിൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായ ഒരു ശരീരം പ്രാപിച്ച് നാം നിത്യത മുഴുവൻ ചെലവഴിക്കും. നിത്യനരകത്തിൽ നിന്ന് മാറി നിത്യസ്വർഗത്തിൽ നാം കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തുടരുവാൻ പോകുകയാണ്. പ്രിയമുള്ളവരെ, അതിന് വേണ്ടി കർത്താവ് ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞവനായി നമ്മെ രക്ഷിച്ച നമ്മുടെ രക്ഷാനായകനെ ഈ രാവിലെ ഓർത്ത് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. പിതാവായ ദൈവം നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ മുഴുവൻ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ വിധിച്ച് നമ്മെ രക്ഷിച്ചതുകൊണ്ട് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഈ വലിയ രക്ഷയുടെ സന്തോഷത്തിൽ ഭാവിയിൽ നമുക്ക് നൽകുവാനിരിക്കുന്ന കർത്താവിൻ്റെ ശരീരത്തോട് അനുരൂപമായ ഒരു ശരീരം നമുക്ക് തരുവാനിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ആദ്യ ഭാഗമായി കർത്താവ് ചെയ്ത ഈ പ്രവൃത്തിയെ ധ്യാനിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദി അർപ്പിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തുടരാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.